പുലർച്ചെ ഫാമിലിയായിട്ട് നേരെ നന്ദി ഹിൽസിലേക്ക് വിട്ട് 3:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ 5 മണിയാകുമ്പോൾ നന്ദി ഹിൽസിലെ ആ ഗേറ്റിൻ്റെ അടുത്ത് കാത്തുക്കുക കേട്ടോ. 5:30ക്കാണ് ഗേറ്റ് തുറക്കുക. 5:30ക്ക് ഗേറ്റ് തുറന്നാൽ നേരെ അങ്ങോട്ട് വിടാം. സൂര്യ ഉദയ സമയം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് വരുന്നത്. കാരണം ഡിസംബറിൽ ഞാൻ പോയിരുന്നത് വേഷം അത് പോയി മൂഞ്ചിപ്പോയി. കാരണം ആ സമയത്ത് എത്താൻ പറ്റിയില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. സൂര്യ ഉദയ സമയം കറക്റ്റ് ഞാൻ അവിടെ എത്തിട്ടോ. 6:15 ഞാൻ അവിടെ എത്തി. സൂര്യ ഉദയ സമയം എടുത്ത് ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ സമയം പോവുക, എല്ലാവർക്കും കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റും. ഡിസംബറിലൊക്കെ എന്നാൽ ഭയങ്കര റഷാണ്, അവിടെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെനിക്ക് വെർത്തായി, ഈ സമയത്ത് പോയത് വെർത്തായി. കാരണം തിരക്കൊന്നുമില്ല, കറക്റ്റ് ഉദയ സമയം ഞാൻ എടുത്ത് കണ്ടേ. ഫാമിലിയായിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരു വിധപ്പെട്ട എല്ലാ സ്ഥലവും അവിടെയൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങാൻ പറ്റി. നല്ല വൈബായിരുന്നു കേട്ടോ. വിശാലമായിട്ട് എടുത്തിട്ടോ. എന്താണ് കേട്ടോ അതിൻ്റെ ഒരു നന്ദി ഹിൽസിൻ്റെ ഒരു വൈബ്. ഫാമിലിയായിട്ട് നല്ല രീതിയിൽ മോളുമായിട്ട് കുറേ കളിക്കാൻ പറ്റി. അവിടുന്ന് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി. കഴിഞ്ഞ തവണ ഡിസംബറിൽ ഞാൻ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ എത്തിയതിനെ 7:45 ഉദയമൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഓക്ക് വെർത്താട്ടോ. അപ്പോൾ നന്ദി ഹിൽസ് പോകാൻ ആഗ്രഹിക്കുന്നവർ പോകാൻ പറ്റിയ ടൈമാണ്. ഒരു 3:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. 5 മണിയാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് 5 മണി റീച്ചിൽ എത്തുന്ന പോലെ നിങ്ങൾക്ക് പോയാൽ മതി. 5 മണി അടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നേരത്തെ വണ്ടി അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാറുമായിട്ട് ഉള്ളിൽ കയറാൻ പറ്റും. ഏറ്റവും ടോപ്പ് കയറാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പ് കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ സൺറൈസ് വ്യൂ പോയിൻ്റ് അവിടേക്ക് കയറിയതാണ്. അവിടെ മൊത്തം ഞാനിത് കാണിക്കുന്ന മൊത്തം നല്ല വ്യൂ ആട്ടോ, നല്ല വ്യൂ പോയിൻ്റാണ്. ബാംഗ്ലൂർ ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സ്ഥലം കേട്ടോ. അങ്ങനെ മോനും ഉണ്ട്, മോളും ഉണ്ട്, വൈഫും ഉണ്ട്. അങ്ങനെ ഒരു ട്രിപ്പ് മനോഹരമാക്കി അല്ലേ. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലം കേട്ടോ. ഇപ്പം ഈ സമയത്ത് പോകാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു വെച്ചാൽ നന്ദി ഹിൽസാണ്. തണുപ്പ് കുറച്ച് കുറവുണ്ടാവുന്നുള്ളൂ. പക്ഷേ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ബൈക്കായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഉള്ളിൽ കയറാൻ പറ്റും. കാറുമായിട്ട് പോയാൽ ടാസ്ക്കാണ് മക്കളെ. അപ്പം അടുത്ത വ്ളോഗായിട്ട് വരാം. ഓക്കെ.